തൃശ്ശൂരിലെ സ്കൂൾ മതിൽ ഡിവൈഎഫ്ഐയുടെ ചുവരെഴുത്ത്. ഇരിങ്ങാലക്കുട കാരളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുവരിലാണ് ഡിവൈഎഫ്ഐ SFI എന്നിവരുടെ പേരിൽ ചുവരെഴുത്ത് നടന്നത്. പരാതി ഉയർന്നതോടെ ചുവരെഴുത്ത് മായ്ക്കാൻ DOയുടെ നിർദ്ദേശവും ഉണ്ടായി. അതേസമയം ചുവരെഴുത്ത് മായ്ക്കാൻ ഒരുങ്ങിയ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഭീഷണിയുമായി ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ രംഗത്തെത്തി. വിവരങ്ങളുമായി സാനു കെ സജീവ് തൃശ്ശൂരിൽ നിന്നും ചേരുകയാണ്. സാനു, ഇത്തരത്തിൽ ഗവൺമെൻറ് സ്കൂളിൻ്റെ മതിലിലാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയും SFIയും ഒക്കെ ചുവരെഴുത്ത് നടത്തിയത്. പ്രതിഷേധം ഉയർന്നപ്പോൾ അല്ലെങ്കിൽ നടപടി വന്നപ്പോൾ അത് മായ്ക്കാനായി യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തി. അവിടെ സംഘർഷ സാധ്യത ഉടലെടുത്തു. എന്താണ് കൂടുതൽ വിവരങ്ങൾ സാനു? വിനോദെ, കാരളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലിലാണ് ഇത്തരത്തിലുള്ള ചുവരെഴുത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അല്പസമയം മുമ്പ് സ്കൂളിലെ പ്രധാന അധ്യാപികയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിലുള്ള ചുവരെഴുത്ത് ആ സ്കൂളിന്റെ മതിലിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഈ അധ്യയന വർഷമൊക്കെ തുടങ്ങുകയാണ്. ഈ അധ്യയന വർഷമൊക്കെ തുടങ്ങുമ്പോൾ സാധാരണഗതിയിലൊക്കെ കൊച്ചു കുട്ടികളാണ് ഈ സ്കൂളിലൊക്കെ പഠിക്കാനെത്തുന്നത്. ആ പഠിക്കാനെത്തുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുത്തിവെക്കുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പരാതി രൂപേണ രക്ഷിതാക്കളുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ചുവരിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള വലിയ അക്ഷരത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊക്കെ എഴുതിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെയും അതേപോലെ തന്നെ SFIയുടെയും ഒക്കെ പേരിലാണ് ഈ ഒരു ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ചുവരിൽ, അതായത് ഹൈസ്കൂൾ വിഭാഗം സ്കൂൾ പ്രവർത്തിക്കുന്ന ആ സ്കൂളിൻ്റെ ചുറ്റുമതിലിൽ ഇത്തരത്തിലുള്ള ചെയ്തികളൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവമോർച്ച പരാതി നൽകിയിരുന്നു. DOയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകി. ആ പരാതി DOയ്ക്ക് ലഭിക്കുക, ആ പരാതിയിൽ DO നടപടി സ്വീകരിക്കണമെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപികയോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള പരാതികളിൽ നടപടിയെടുക്കാനെത്തിയ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും സംഭവങ്ങളൊക്കെയാണ് ആ സ്കൂളിൻ്റെ ഉണ്ടായത്. ചുവര് മായ്ക്കാനെത്തിയവരെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടിയന്തരമായിട്ട് ഇത്തരത്തിൽ എഴുതിയിട്ടുള്ള ചുവരിലെ ഡിവൈഎഫ്ഐയുടെയും അതേപോലെ തന്നെ SFIയുടെയും ചുവരെഴുത്ത് മായ്ക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ യുവമോർച്ച അത് മായ്ച്ചു കളയുമെന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും സ്കൂളിലെ നിരവധി കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. ഹയർ സെക്കൻഡറിയും ഹൈസ്കൂൾ വിഭാഗം അടക്കം പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ചുറ്റുമതിലാണ് ഇത്തരത്തിലുള്ള ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഒക്കെ പേരിൽ ചുവരെഴുത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കലാലയങ്ങളിൽ വളരെ കൊച്ചു കുട്ടികളൊക്കെ വിദ്യ അഭ്യസിക്കാൻ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചുവരെഴുത്തുകൾ പാടില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഗവർണർ അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലും അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലുമാണ് ഇത്തരത്തിലുള്ള ഒരു ചുവരെഴുത്തൊക്കെ പല സ്കൂളുകളിലും വിദ്യാലയങ്ങളുടെയും ഒക്കെ ചുവരുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പാണ് ഉയർന്നിട്ടുള്ളത്. വിനോദ്, വ്യക്തമാണ്. തൃശ്ശൂരിലെ സ്കൂൾ മതിലാണ് ഡിവൈഎഫ്ഐയുടെ ചുവരെഴുത്ത് ഉണ്ടായത്. ഇരിങ്ങാലക്കുട കാരളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചുവരിൽ ഡിവൈഎഫ്ഐ SFI ചുവരെഴുത്തുണ്ടായി. പരാതിയെ തുടർന്ന് ചുവരെഴുത്ത് മായ്ക്കാൻ DOയുടെ നിർദ്ദേശം വന്നു. എന്നാൽ ഈ ചുവരെഴുത്ത് മായ്ക്കാൻ ഒരുങ്ങിയ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഭീഷണിയുമായി ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ്.